ഇങ്ങനെ കൂടോത്രം ചെയ്യും ജാസി. ഭദ്രകാലിന്റെ അടുത്ത് ഇങ്ങനെ പോകും. പോയിട്ട് അവന്റെ സ്വന്തം രക്തത്തെ അവിടെ പൂജിക്കും. കാളി ഭദ്രകാളി എന്നിട്ട് പൂജ ചെയ്യും. ജാസി നമുക്ക് കറാട്ട ബ്ലാക്ക് ബെൽറ്റാ. ശരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും ആഷിക്ക്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. എന്റെ വ്യൂവേഴ്സ് ജാസി സർജറി കഴിഞ്ഞോ ഇല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതല്ലാതെ ആ പെൺകൊച്ചിക്ക് തുറന്ന് കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അത് നേരാണോ, സത്യമാണോ, കള്ളമാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവരുടെ അടുത്ത് പറയാം, ജാസി പ്രഗ്നന്റ് ആണ്, ഈ സർജറി കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. നമ്മളെ പേരെന്താ ഹൽവിയിൽ തന്നെ പൊക്കി കാണിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. സത്യമാണോ? പൊക്കി കാണിച്ചതിന്റെ വീഡിയോ ഒന്നും പുറത്തിറങ്ങിയിട്ടില്ല. പക്ഷെ സർജറി ആയെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് കള്ളം പറയുന്നതാണ്. സർജറി ഒന്നും ആയിട്ടില്ല, ഇങ്ങനെ സർജറി ആയിരുന്നു. അവനെനിക്ക് പെണ്ണാവാൻ പറ്റൂല, അവൻ ട്രാൻസ്ഫൊന്നല്ല, ഒറിജിനൽ ആണാണ്, അതിന് തെളിവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പിന്നെ പറയുമ്പോൾ അതിന് മുമ്പ് അവൻ പറയുന്നത് ഞാൻ പ്രഗ്നന്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. സീരിയസ്ലി ഞാൻ പ്രഗ്നന്റ് ആണ് എന്നുള്ള വീഡിയോ ഇല്ല, കണ്ടില്ല. അത് കണ്ടിട്ട് ഞാൻ കണ്ടോളി. കണ്ടല്ലോ, ഈ വീഡിയോ ആദ്യം ഇറക്കിയത്. അത് കഴിഞ്ഞ ശേഷം പ്രഗ്നന്റിനെ കൊണ്ടുപോകുമ്പോൾ ആശി അവനെ കൊണ്ടുപോകുന്ന ഒരു രംഗമൊക്കെ അവർ കണ്ടിരുന്നു. എന്നിട്ടാണ് കുറെ ദിവസം കഴിഞ്ഞ ശേഷമാണ് പറയുന്നത് എന്റെ സ്ഥാനം മുറിച്ചു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. വെറുതെ അങ്ങനെ ഒരുമാതിരി ഒരു ട്രാൻസ്റ്റ് അല്ലാത്ത ഒരാളത്ത്, ട്രാൻസ്റ്റ് എന്നല്ലേ സംഭവം, ഉദാഹരണത്തിന് ഒരു പെണ്ണിന്റെ ഓർമ്മകളൊന്നും ഇല്ലാത്ത ഒരാളത്ത് അങ്ങനെ മുറിച്ചു കയറാൻ എന്ത്? അതൊക്കെ വെറുതെ പറയുന്നതാ. അവൻ ഒറിജിനൽ ആളാണ്. ഇതും പറയുന്നത് അവന്റെ വ്യൂസിന് വേണ്ടിയിട്ടും അവൻ വീണ്ടും വൈറലാകാൻ വേണ്ടിയിട്ടും കേരളത്തിൽ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ കടക്കാൻ വേണ്ടിയിട്ടും ആണ് അവന്മാർ ഇങ്ങനെ ചെയ്യുന്നത്. അതിന്റെ കൂടെ പൊട്ടനെ പോലെ നിൽക്കുന്നതാണ് ആഷി. അവൻ ഒരു പൊട്ടന, അവനൊരു ലാഭമില്ല. ഇടക്കിടക്കുണ്ടല്ലോ ഈ ജാസി നമുക്ക് കറാട്ട ബ്ലാക്ക് ബെൽറ്റാ. ശരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കും ആഷിക്ക്. ആഷിന് ഉമ്മയെ പറയുന്നുണ്ട്, ശരിക്കും ചീത്തൊക്കെ പറയുന്നുണ്ട്. ആശയോട് മാറിയാല് നായിൻ്റെ അങ്ങനെ ഇങ്ങനെ മറ്റേ മറച്ച് എന്തൊക്കെ വയക്ക് പറയുന്നുണ്ട്. അവന്റെ തന്തക്കും തള്ളക്കും തള്ളന്റെ തള്ളക്കും അവന്റെ ഉമ്മക്കൊക്കെ ജാസ് വയക്ക് പറയുന്നുണ്ട്. അവന്റെ ഉമ്മ പറഞ്ഞതാ, ഇന്റർവ്യൂവിനെ കൊണ്ട് ഞാൻ ഇന്റർവ്യൂവിനെ ലിങ്ക് ഇട്ട് തരാം, നിങ്ങൾ കണ്ടോളി. അതുകൊണ്ട് അവൻ പെറ്റുപോയതാ. അവൻ പറഞ്ഞ് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട്, എന്റെ ദൈവമേ ഞാൻ എന്തിനാണ് ഇവന്റെ കൂടെ കൂടിയത്, തോറ്റുപോയല്ലോ. പക്ഷെ മുമ്പില്ല. പിന്നെ കാര്യമുണ്ട്. ജാസിക്ക് പത്രകാളിന്റെ ശക്തിയുണ്ട്. ജാസിക്ക് പത്രകാളിന്റെ ശക്തിയുണ്ട്. അവൻ ഇടയ്ക്ക് ഭദ്രകാലിന്റെ അമ്പലത്തിൽ പോകും. ഇനി രക്തത്തിനെ കൊണ്ട് പൂജ ചെയ്യും. പൂജ ചെയ്തിട്ട് ആൾക്കാരെ വശീകരിക്കും. അങ്ങനെ വശീകരിച്ചത് ആശിന്. മുമ്പ് എന്നെ വശീകരിക്കാൻ നോക്കിയതാ, ഞാൻ പറ്റില്ല. നമ്മളാരാ മക്കള്, അത് വേറെ കാര്യം. എന്തായാലും എന്റെ വ്യൂസിന്റെ അടുത്ത് പറയാ, ആ നാറി ആണാണ്. അവൻ ഒരിക്കലും പെണ്ണല്ല. ഇവർ തെളിവെന്ന് വേണമെങ്കിലേ അവൻ പറയേണ്ടത് ഞാൻ കൊടുക്കാം. ആണാന്നുള്ള തെളിവ് അതൊക്കെ വേറെ, എല്ലാ തെളിവ് വെച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷെ എന്റെ വ്യൂസിന്റെ അടുത്തൊക്കെ പറയാ, ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് അവന് ഇഷ്ടമല്ല, അവന്റെ വീഡിയോ ചെയ്യരുത്. ആര് വീഡിയോ ചെയ്തുള്ള ആൾക്കാർ പറയേ അവനെ പറ്റി വീഡിയോ ചെയ്യരുത്. കേരളത്തിൽ ഒരു ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്ക് അതിവന. ഒന്നാമത്തെ സ്വാഭാവികമായിട്ട് ചില ആൾക്കാർക്ക് ഈ ട്രാൻസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനത്തെ ആൾക്കാർ ദൈവത്തിന് സൃഷ്ടിച്ച ചിലപ്പോൾ പെണ്ണായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്, വാണായി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. എന്ത് വേണമെങ്കിൽ ഇവൻ പറയുമ്പോൾ കള്ളം പറയുന്ന ചില ആൾക്കാർക്ക് അറിയാം, ഇവൻ കള്ളം പറയുന്ന മോൻ അങ്ങനത്തെ ഈ കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ അവൻ ജീവിതം കളഞ്ഞു. മുമ്പ് ഒരു പെൺകൊച്ചിന്റെ ജീവിതം കളഞ്ഞതാ. ഇപ്പൊ ആഷിന്റെ ജീവിതം കളഞ്ഞു. ആഷിന്റെ ഉമ്മന്റെ ഒരു ശാപം കിട്ടിയാൽ മതി, മൊത്തത്തിൽ പോകും. ഇപ്പൊ ആഷിന്റെ ഉമ്മ എന്ന് നോക്കല്ലേ എന്താകുമ്പോഴത്തേക്ക് അവനിങ്ങനെ കൂടോത്രം ചെയ്യും ജാസി. ഭദ്രകാലിന്റെ അടുത്ത് ഇങ്ങനെ പോകും. പോയിട്ട് അവന്റെ സ്വന്തം രക്തത്തെ അവിടെ പൂജിക്കും. പൂജിച്ച് അതിൽക്കുള്ളിൽ മന്ത്രങ്ങളൊക്കെ ചെയ്യും. ഭയങ്കര മന്ത്രശാലിയുള്ള ഒരാളാണ്. മന്ത്രശാല അവൻ അറിയില്ല, അവൻ വേറെ ആൾക്കാരുടെ കുറിച്ച് മന്ത്രം ചെയ്യും. അങ്ങനെ ഭദ്രകാലിന്റെ അടുത്ത് മന്ത്രം ചെയ്യും. അവനാർക്ക് പിടിക്കാൻ പറ്റില്ല. ഇല്ലെങ്കിലൊക്കെ അവനാരെ തല്ലിക്കൊല്ലാത്ത ബാക്കിയുള്ള എന്താ പറയും, അതിന് ഭദ്രകാളിന് ഇങ്ങനെ ശക്തിയുണ്ട്. അവൻ പൂജയൊക്കെ ചെയ്യും. ഓം കാളി ഭദ്രകാളി എന്നിട്ട് പൂജ ചെയ്യും. ആ പൂജയിലാണ് അവൻ നിൽക്കുന്നത്. അത് ഭയങ്കര സംഭവം. ജാസിൽ നിന്നൊരു വ്യക്തിയെ ഭയങ്കര സംഭവം. ചിലപ്പോ എന്നെയും നാളെ അവൻ എന്തെങ്കിലും ചെയ്തെന്ത് ചെയ്യുന്നറിയോ, ഒരു ദിവസം നമുക്ക് പനിക്കും, പിറ്റേ ദിവസം നമുക്ക് പനിക്കും, ഇനി എണീക്കാൻ പറ്റില്ല, പിന്നെ നമ്മൾ തലയില്ലാതെല്ലാം. പക്ഷെ അവന്റെ പൂജയൊക്കെ എടുക്കുന്ന മന്ത്രമൊക്കെ എൻ്റെ അടുത്തുണ്ട്. അത് വേറെ കാര്യം. അതാണ് ജാസിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, എന്നാൽ ജാസി ഇതിക്ക് പ്രതികരിച്ചാൽ, അവൻ എന്തെങ്കിലും മന്ത്രം എനിക്ക് ചെയ്താൽ
ഞാൻ തിരിച്ചവനെ മന്ത്രം ചെയ്യും. അധികം കാര്യത്തിൽ പോകണില്ല, എനിക്ക് മന്ത്രമൊക്കെ അറിയാം എന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവൻ നിലം വിട്ടും